ഞാൻ നിങ്ങളുടെ മിനി. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറിയാണ്, കുവൈറ്റുകളുടെ ഒരു കറി ആണിത്. അവർ ചപ്പാത്തിക്ക്, ചോറിന്, അങ്ങനെ അപ്പം, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവരപ്പം ഒന്നും കഴിക്കില്ല, എങ്കിലും ചപ്പാത്തിക്ക്, കുബൂസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം കേട്ടോ. ഒരു കറിയാണിത്. ബുർജി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വരൂ. ആദ്യം നമ്മൾ ഇങ്ങനെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതങ്ങനെ ഇടാം. ഈ ഗൾഫിൽ നിന്ന് വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ. കുവൈറ്റുകളുടെ അല്ല അറബി രാഷ്ട്രങ്ങളുടെ ഭക്ഷണം അവർക്കറിയാൻ പറ്റും, ഈ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി പരിചയപ്പെടുത്താമെന്ന് ഓർത്തു. അവർ സത്യത്തിൽ ക്യാപ്സിക്കായാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ നമ്മൾ കേരളത്തിലുള്ളവർ ഇച്ചിരി എരിവ് വേണമല്ലോ, നമ്മുടെ ഭക്ഷണങ്ങൾക്കൊക്കെ എരിവുള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഓരോന്നൊക്കെ മതി. വലിയവർക്ക് ഇതിന് നമുക്ക് ഭക്ഷണം ഇതിന് എരിവ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, അത് അവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാട്ടോ ഇത് ഉണ്ടാക്കുന്നതേ. പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് രാവിലെ വന്നതാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു വീഡിയോ പിടിക്കണം. ഈ അറബി രാഷ്ട്രങ്ങൾ എല്ലാവർക്കും തന്നെയുണ്ട് ഈ ബുർജി. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്വാദിഷ്ടമായൊരു ഭക്ഷണമാണ്. അവരിതിനെ ഡാൽഡ കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കേരളത്തിലുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന ഇത്. കാര്യം പറഞ്ഞാൽ നിസ്സാര കാര്യമുള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. ഞങ്ങളൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുബൂസിൻ്റെ കൂടെ കേട്ടോ. ചപ്പാത്തി അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് കിട്ടാറുള്ളൂ. കുബൂസാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഒരു സവാള, ഒരു മുട്ട, പിന്നെ തക്കാളി ഒരെണ്ണം, പിന്നെ ഒരു പച്ചമുളക്, ഇതൊക്കെയാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ മതി. ഇവിടെ ആരും അങ്ങനെയൊന്നും ഇല്ല. വാഴ ഇരിപ്പും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലത്തെ സാധനം? ഇല്ല. അറിയാമോ ഇത്? ഇല്ല, ഇതറിയില്ല. ഇനി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ശരി, ആയിക്കോട്ടെ. കൊച്ചിന് വല്ലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചോറിനാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റാണ്. ചോറുണ്ടാക്കുമ്പോഴൊക്കെ. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടൊന്ന് വാടി കഴിയുമ്പോൾ പച്ചമുളക് ഇടാം. ഞങ്ങളെ ഈ ശ്രീലങ്കക്കാര്, ശ്രീലങ്കക്കാര്, ഫിലിപ്പീൻ, പിന്നെ ആഫ്രിക്കക്കാര്, നൈജീരിയക്കാര്, ഇവരൊക്കെ രാവിലെ ഒരു ഭക്ഷണമുണ്ട്, അതായത് നാസ്ത. അവിടെ പറയുന്ന വേറെ പേരാണേ. പക്ഷെ ഹിന്ദിക്കാരൊക്കെ അവരൊക്കെ പറയുന്ന നാസ്ത എന്നാണ് പറയുന്നത്. അവർക്കടെ ഇത് രാവിലെ എണീറ്റ് എല്ലാവരും ഒരു 9 മണി 10 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അറബി എല്ലാ പിള്ളേർക്കും ഇത് തന്നെയാണ് ഭക്ഷണം രാവിലെ. നമ്മൾ മാത്രമല്ല എല്ലാവർക്കും. അതായത് അവിടുത്തെ കുവൈറ്റികൾക്ക്, അല്ലെങ്കിൽ സൗദിക്ക്, ഇങ്ങനെയുള്ള അറബികൾക്കൊക്കെ, അറബി സ്ത്രീകൾക്ക് പൊതുവേ ഫാമിലി ഇങ്ങനത്തെ ഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവരിങ്ങനെ ഡിഫറൻസ് ആയിട്ട് മുളകൊന്നും ചേർക്കില്ല, അങ്ങനെ ഉണ്ടാക്കും. ഞങ്ങളിങ്ങനെ ഈ കുറച്ച് മുളകൊക്കെ ചേർത്തേ ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ ഇപ്പോൾ തിന്ന് ഇത് തന്നെയാണ് ഇഷ്ടം കൂടുതൽ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ചേച്ചി ഏത് രാജ്യത്തായിരുന്നു? ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തു, സൗദിയിൽ വർക്ക് ചെയ്തു, പിന്നെ ബഹ്റൈനിൽ കുറച്ച് നാളെ നിന്നോളൂ, എങ്കിലും അവിടെയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് പോകുന്നു. എന്നാണ് വന്നത്?
വന്നിട്ടിപ്പോൾ 1 വർഷം ആയുള്ളൂ. പക്ഷേ നമുക്കിത് ഇങ്ങനെ ഇപ്പം ഇതൊന്നും കഴിക്കാൻ പാടില്ല. എനിക്കിത് കഴിക്കാൻ ഇപ്പോൾ ചെറിയൊരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. ഇതിനൊക്കെ ഈ തക്കാളിന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റില്ല. അസുഖക്കാർക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മുട്ടയൊക്കെ എടുക്കുള്ളൂ. ഇതൊന്നും എടുത്തില്ല. ഇവിടെ ഒരു കൊച്ചിന് മാത്രം മതി. അതുകൊണ്ട് ഒരു മുട്ട മാത്രമേ എടുത്തോളൂ. മിനിറ്റേജിക്ക് എന്താണ് അസുഖം? എനിക്ക് ഹാർട്ടിന് ഇത് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ചെറിയ ചികിത്സയിലായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോർമലായി. മറ്റേ അബ്നോർമലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. ഇപ്പം ഇവിടെയൊക്കെ അങ്ങനെ ജീവിക്കാമെന്ന് വെച്ചു. ഇതാണ് എൻ്റെ ബുദ്ധി. ഇനി പിള്ളേർക്ക് ഇഷ്ടപ്പെടാനൊന്നുമില്ല. രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു വിടാം. കാര്യത്തിനുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കണേ ഇതെങ്ങനെയാണ് ഇത് പെട്ടെന്ന്. ജനങ്ങൾ കാണണ്ടേ ബുർജി എന്നാന്ന്. ഇതാണ് ബുർജി. കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ കൂട്ടുകാരെ? ഞാൻ ഏതായാലും കഴിക്കും. ചൂടാറാൻ നോക്കിയിരിക്കുക. മിനി ചേച്ചിയുടെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. പ്രേക്ഷകരൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണം, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പ്രയോജനം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പാകമായ ഒരടുക്കളയിൽ നിന്നാണ് ഞാനും മിനി ചേച്ചിയും കൂടി ഈ പാചകം ചെയ്യുന്നത്. ഇതാട്ടെ ബുർജി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? തക്കാളി, സവാള, ഒരു പച്ചമുളക്, കാപ്സിക്കാണെങ്കിൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളൊരു ചെറിയ രീതിയിലുള്ളൊരു കറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണേ. ഇനി നമുക്ക് അടുത്ത ഒരു കുവൈറ്റ് വീഡിയോ ആയിട്ട് വരാം.